ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിക് സിസ്റ്റം ഡിസൈൻ ബൈ നീനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡീകോഡേഴ്സ് ആണ്. ഡീകോഡർ ഇസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് which can convert the binary available at the n input lines into a unique output. അതായത് ഡീകോഡർ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. അതിൻ്റെ ഇൻപുട്ടിൽ n ഇൻപുട്ട് ലൈൻസ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. ഈ n ഇൻപുട്ട് ലൈൻസിൽ വി ക്യാൻ അപ്ലൈ ദ ബൈനറി. Then this decoder can convert the binary which is applied at the input into a particular output. ഏതെങ്കിലും ഒരു സിംഗിൾ ഔട്ട്, ഏതെങ്കിലും ഒരു യുണീക്ക് ഔട്ട്പുട്ട് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഔട്ട്പുട്ട് ലൈൻസിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എം. ദർ വിൽ ബി എം ഔട്ട്പുട്ട് ലൈൻസ് സച്ച് ദാറ്റ് ദീസ് എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n. ഓക്കെ, അതായത് ഇൻപുട്ടിൽ നമുക്ക് n ലൈൻസ് ആണ്, n ഇൻപുട്ട് ലൈൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. n ഇൻപുട്ട് ലൈൻസിൽ വി ക്യാൻ അപ്ലൈ ദ ബൈനറി. ഓക്കെ, അതായത് n ഇൻപുട്ട് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് n ബിറ്റ് ബൈനറി ആയിരിക്കും അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. n ബിറ്റ് ബൈനറി യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻസ് എത്ര എണ്ണം ഉണ്ടായിരിക്കും? യൂസിങ് ദ n ബിറ്റ് വി ക്യാൻ റെപ്രസെൻറ്റ് 2n കോമ്പിനേഷൻസ് അറ്റ് ദ ഇൻപുട്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഓരോ കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഏതെങ്കിലും ഒരൊറ്റ പെർട്ടിക്കുലർ ഔട്ട്പുട്ട് മാത്രമേ ഔട്ട്പുട്ടിനകത്ത് ആക്റ്റീവ് ആകുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ദർ വിൽ ബി 2n ഔട്ട്പുട്ട്സ് അവൈലബിൾ അറ്റ് ദ ഔട്ട്പുട്ട് സെക്ഷൻ. ഓക്കെ, നമുക്ക് ഇൻപുട്ടിൽ n ബിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. n ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് 2n ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടും ദർ വിൽ ബി എ ഔട്ട്പുട്ട് ടെർമിനൽ. ഓക്കെ, അപ്പോൾ ഏത് പെർട്ടിക്കുലർ കോമ്പിനേഷനാണോ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് മാത്രം ആക്റ്റീവ് ആക്കുന്ന ഒരു സർക്യൂട്ടാണ് ഡീകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു കോഡഡ് ഫോമാണ്, ബൈനറി കോഡ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഔട്ട്പുട്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ഔട്ട്പുട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ ഔട്ട്പുട്ട് മാത്രമായിരിക്കും ആക്റ്റീവ് ആവുന്നുണ്ടായിരിക്കുക. അതായത് കോഡഡ് ഇൻപുട്ടിനെ അൺകോഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഡീകോഡർ. സോ ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഡീകോഡർ. In some decoder circuits, some of the output combinations are not used or don't care conditions ഉണ്ടായിരിക്കും. Don't care or unused combinations വരുന്ന കേസസിൽ ഔട്ട്പുട്ടിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ 2n. ഓക്കെ, അതായത് n കോമ്പിനേഷൻസ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് normally there will be 2n outputs available, but in some situations some outputs are unused or don't care cases. Okay, then the number of output will be less than 2n. This is the block diagram of a 2 to 4 line decoder. That is, there are 2 input lines and 4 output lines. We can apply the binary at these 2 inputs and this binary is decoded into any one of the 4 outputs. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. നമുക്കതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. 2 ലൈൻ ടു 4 ലൈൻ ഡീകോഡറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ വന്നിട്ടുള്ളത്. A and B are the inputs and D0, D1, D2 and D3 are the outputs. D0 is equal to A bar, B bar. Then D1 is equal to A bar, B. Then D2 is equal to A, B bar. D3 is equal to A, B. ഓക്കെ, അതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. അതായത് ഇഫ് വി ആർ അപ്ലൈയിങ് എ ബി ഇസ് ഈക്വൽ ടു 0, 0, വാട്ട് വിൽ ഹാപ്പൻ? എ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ഇൻപുട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് 2 ഇൻപുട്ട് കോമ്പിനേഷൻസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. 4 ഇൻപുട്ട് കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ 4 കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? എ ബി ക്യാൻ ബി 0, 0, 0, 1, 1, 0 ഓർ 1, 1. ഓക്കെ, ഇതാണ് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട്സ് വരുന്നത്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? ഔട്ട്പുട്ട്സ് ആർ D0, D1, D2 ആൻഡ് D3. Okay, then if you are applying a 0, 0 here, then what will happen? 0, 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ D0 മാത്രമായിരിക്കും 1 വരുന്നുണ്ടായിരിക്കുക. കാരണം 0, 0 A, B is equal to 0, 0 ആവുന്ന സമയത്ത് A bar, B bar is equal to 1 ആയിരിക്കും. All the other outputs will be 0. Okay, then D0 is equal to 1 and the remaining outputs are 0. Then when A is equal to 0 and B is equal to 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക? A is equal to 0 എന്ന സമയത്ത് A bar will be 1 and A bar B എന്നുള്ളൊരു ടേം മാത്രമായിരിക്കും അവിടെ 1 വരുന്നുണ്ടായിരിക്കുക. All the other outputs will be 0. Then D1 will be 1 and the remaining outputs will be 0. Okay, then when AB is equal to 1, 0, AB is equal to 1, 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത്
എ ബി ബാർ എന്നുള്ള വാല്യൂ എന്തായിരിക്കും? എ ബി ബാർ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓൾ ദ റിമൈനിങ് ഔട്ട്പുട്ട്സ് ആർ 0. ദെൻ എ ബി ബാർ അതായത് D2 ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദ റിമൈനിങ് ഔട്ട്പുട്ട്സ് വിൽ ബി 0. ദെൻ വെൻ എ ബി ഇസ് ഈക്വൽ ടു 1 എ ബി ഇസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഫൈനൽ ഔട്ട്പുട്ട് D3 ഇസ് ഈക്വൽ ടു എ ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് മാത്രമായിരിക്കും 1 വരുന്നുണ്ടായിരിക്കുക. ബാക്കി എല്ലാ ഔട്ട്പുട്ട്സും 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് 2 to 4 ലൈൻ ഡീകോഡറിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ വരുന്നത്. ഓക്കെ, ഈ ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് കാണാം, ഇഫ് യു ആർ അപ്ലൈയിങ് എ ബൈനറി അറ്റ് ദ ഇൻപുട്ട് it is decoded into the corresponding min term. അല്ലേ? ഇതിനകത്ത് നോക്കാം, നമ്മൾ 0 എന്നാണ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത ബൈനറി. അതിന് കറസ്പോണ്ടിങ് മിൻ ടേം എന്താണ് വരിക? M0 ആണ് അല്ലേ അതിൻ്റെ മിൻ ടേം വരുന്നത്. നോക്കുക, ഈ ഔട്ട്പുട്ട്സിനകത്ത് D0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം വരുന്ന ഔട്ട്പുട്ട് മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ലോ ആണ്. ഓക്കെ, ദെൻ 0 1 അതിന് കറസ്പോണ്ടിങ് മിൻ ടേം എന്താണ്? M1 ആണ്. ദെൻ ഔട്ട്പുട്ട്സിൽ D1 കറസ്പോണ്ടിങ് മാത്രമേ നമുക്കൊരു 1 അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. ദെൻ 1 0 മീൻസ് M2. D2 എന്നുള്ളൊരു ഔട്ട്പുട്ട് മാത്രമായിരിക്കും 1 ആയിരുന്നത്, ബാക്കിയെല്ലാം 0 ആണ്. M3 ദ നെക്സ്റ്റ് വൺ ഈസ് M3 കറസ്പോണ്ടിംഗ്ലി D3 ഔട്ട്പുട്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്, ബാക്കിയെല്ലാം നമുക്ക് 0 ആണ്. ഓക്കെ, ദറ്റ് ഈസ് ദ ഡീകോഡർ വിൽ കൺവേർട്ട് ദ ബൈനറി ഇൻപുട്ട് ഇൻ ടു ദ കറസ്പോണ്ടിങ് മിൻ ടേം അറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, സിമിലർലി we can obtain the 3 to 8 line decoder and so on. ഓക്കെ, അപ്പോൾ 3 to 8 line decoder ആണെങ്കിൽ അതിനകത്ത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? If you are considering a 3 to 8 line decoder, there will be 3 input lines and 8 output lines. അല്ലേ? 3 to 8 line decoder ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതിനകത്ത് 3 ഇൻപുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും. കറസ്പോണ്ടിംഗ്ലി 2 raised to 3 is equal to 8 ഔട്ട്പുട്ട് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബൈനറി തന്നെയായിരിക്കും അല്ലേ? ബൈനറി കോഡായിരിക്കും നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മളിവിടെ 0 0 0 ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുന്നതെങ്കിൽ D0 ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കുക. 0 0 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് D1 എന്നുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കുക അല്ലേ? അതായത് ഇവിടെ നമുക്ക് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മിൻ ടേം ആയിരിക്കും ഔട്ട്പുട്ടിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് 1 1 1 ആണെങ്കിൽ, ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ബൈനറി കോഡ് 1 1 1 ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ആക്റ്റീവ് ആവുന്ന ഔട്ട്പുട്ട് ഏതായിരിക്കും? D7 ആയിരിക്കും അല്ലേ? അതായത് ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്റ്റ് നോക്കിയാൽ കാണാം 7 ആണ്. അതായത് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ ആണ്. ഒക്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 to 7 വരയ്ക്കുള്ള നമ്പേഴ്സാണ് ഒക്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ഒക്ടൽ സിമ്പിൾസ് ആണ് 0 to 7 എന്ന് പറയുന്നത്. 0 0 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ 0 ആണ്. 1 1 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ 7 ആണ്. ഇവിടെ നമ്മൾ ഏതാണോ ബൈനറി നമ്പർ അപ്ലൈ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മിൻ ടേം ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു മിൻ ടേം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ ആയിരിക്കും. സോ ദ 3 to 8 line decoder can also be considered as a binary to octal converter. Okay,